ഇരു ടീമുകളുടെയും മികച്ച ബോളർമാരില്ലാതായിരുന്നു ഇന്നലെ രണ്ടുപേരും കളിക്കിറങ്ങിയത്. ടോസ് ജയിച്ച RCB ബോളിങ്ങിന് തിരഞ്ഞെടുക്കുന്നു. വളരെ സ്ട്രാറ്റജിക്കിലൂടെ അഭിഷേകിനെയും ഹെഡിനെയും പുറത്താക്കുന്നു. ജേക്കബ് ഡുഫിയായിരുന്നു അതിൻ്റെ പിറകിൽ. അദ്ദേഹം തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ചും. പക്ഷേ തോറ്റുകൊടുക്കാൻ ഇഷാൻ കിഷൻ തയ്യാറായിരുന്നില്ലായിരുന്നു. 38 പന്തിൽ 80 റണ്ണാണ് താരത്തിൻ്റെ സമ്പാദ്യം. ഫിൽ സോൾട്ടിൻ്റെ മനോഹരമായ ബൗണ്ടറി ക്യാച്ചുകൾ ഇഷാൻ കിഷനെയും ക്ലാസനെയും പുറത്താക്കുന്നു. ക്ലാസിൻ്റെ ക്യാച്ച് വളരെ പ്രശ്നം സൃഷ്ടിച്ച ഒന്നായിരുന്നു. RCBനെ ആ മത്സരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ആ ക്യാച്ചിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പക്ഷേ അനികേത് വർമ്മ ഒരു മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ് ആയിരുന്നു അവിടെ കാണിച്ചത്. അങ്ങനെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 209 എന്ന സ്കോറിലേക്ക് എത്തിക്കുന്നു. ഇഷാൻ കിഷനും ക്ലാസനും അനികേത് വർമ്മയായിരുന്നു SRHനു വേണ്ടി പോരാടിയത്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ RCBക്കും ഫിൽ സോൾട്ടിൻ്റെ വിക്കറ്റ് പെട്ടെന്ന് തന്നെ നഷ്ടമായി. പക്ഷേ ദേവദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും കൂടി ഒരു മനോഹരമായ പാർട്ട്ണർഷിപ്പിലേക്ക് എത്തിക്കുന്നു. വിരാട് കോഹ്ലി, ദേവദത്ത് പടിക്കൽ, ടിം ഡേവിഡ്, പട്ടിഡാർ എന്നിവയായിരുന്നു മികച്ച താരങ്ങൾ. ജിതേഷ് ശർമ്മ ഒരു ഗോൾഡൻ ഡക്കിന് പുറത്തായി. വിരാട് കോഹ്ലിയുടെ മികച്ച ബാറ്റിങ്ങിലൂടെ RCBക്ക് അവരുടെ ആദ്യ മത്സരം വിജയിക്കാനായി. SRHൻ്റെ തോൽവിക്ക് കാരണമായത് അവരുടെ ബോളിംഗ് യൂണിറ്റ് തന്നെയായിരുന്നു. ആർക്കും ഒന്ന് നേരെ പന്തെറിയാനായിരുന്നില്ല. ഇന്ന് നടക്കുന്നത് MIയും കൊൽക്കത്തയുടെയും മത്സരമാണ്. നമുക്ക് കണ്ടു തന്നെ അറിയാം ആര് ജയിക്കുമെന്ന്.